ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിലും കുറുകിയ ചാറിലും നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. അപ്പോൾ ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നെയ്മീൻ, വറ്റ, മോത, കേര, അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒട്ടും കൂടരുത്, 2 ടേബിൾ സ്പൂണേ എടുക്കാവൂ. 3 കാഷ്നട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു സവാള, ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ടുണ്ട്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ. 2 പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ കുറച്ചൊന്ന് വഴറ്റാം. അപ്പോൾ ഇത് വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇനി ലാസ്റ്റ് നമുക്കിതിലൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ആദ്യമേ ഒരുപാട് വെളിച്ചെണ്ണ എടുക്കണ്ട. ഇത് ഒരുപാട് അങ്ങ് വഴന്ന് നിറമൊന്നും മാറണ്ട. 3 മിനിറ്റ് നേരമൊക്കെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായാൽ മതി. ഇപ്പോൾ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 2 തക്കാളി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 തക്കാളി. ഒരുപാടങ്ങ് കനം കുറയ്ക്കണ്ട, ഈ ഒരു രീതിയിലൊക്കെ അരിഞ്ഞാൽ മതി. ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പെരുവെള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്താലും മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം. 2-3 കീറിയിട്ടുണ്ട് ഞാൻ. വലിയ 2 പീസ് എടുത്തേക്കുന്നത്. തക്കാളിയും കൂടെ ഉള്ളതുകൊണ്ട് പുളി ഒരുപാട് വേണ്ട, അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളി ഇറങ്ങാൻ വേണ്ടി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് നേരം കൊണ്ട് തിളയ്ക്കട്ടെ. നമ്മൾ ഈ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറയണം, കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. അതുവരെ ഒന്ന് തിളപ്പിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കിയും കൊടുത്താൽ മതി. ഇതിപ്പം ഈ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. 3 മിനിറ്റ് കൊണ്ട് ആയില്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ കൂടുതൽ വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാവണം. ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ലെതർ ഫിഷ് എന്ന് പറയും. ഇതൊന്ന് താത്ത് കൊടുക്കാം. മീഡിയത്തിനെക്കാട്ടിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി മീനൊക്കെ ഒന്ന് വേവട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ. ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പം മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. കുറച്ചും കൂടെ കറിവേപ്പില. പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം എടുക്കാൻ. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലതായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ മീൻകറിക്ക് ഓറഞ്ച് നിറമാകരുത്, ചെറിയൊരു റെഡ് കളറിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തത്. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് താളിക്കാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. 5 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളറാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയം മുളക് പൊടി ഒന്ന് ഇളക്കിയിട്ട് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കാം. അപ്പോൾ വിളമ്പാറാകുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് വിളമ്പാം. ചാർക്ക് കണ്ടില്ല, നല്ല തിക്കായിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു മീൻ കൂട്ടാനായത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.